കുറുപ്പംപടിയിൽ അപ്പോൾസ്റ്ററി കടയുടമയെ ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി. തലയ്ക്ക് പരിക്കേറ്റ കടയുടമ ദിലീപ് പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്പ് കേരളയും അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. കുറുപ്പംപടി തിയേറ്റർ പടിയിൽ CS ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഫുൾഗർ അപ്പോൾസ്റ്ററി സ്ഥാപനത്തിൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം ഉണ്ടായത്. അപ്പോൾസ്റ്ററി ജോലിക്കായി എത്തിയ യുവാവിനോട് സമയക്കുറവും ജോലിത്തിരക്കും കാരണം പിന്നീട് വരുവാൻ ആവശ്യപ്പെട്ടു. ഇതിൽ പ്രകോപിതനായ യുവാവ് റോഡിൽ കിടന്ന് കല്ലെടുത്ത് ദിലീപിനെ ആക്രമിക്കുകയായിരുന്നു. കല്ലുകൊണ്ട് ഇടിച്ചതിനെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ തലയ്ക്ക് പരിക്കേറ്റു. ഇദ്ദേഹം ഇപ്പോൾ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തെക്കുറിച്ച് പരിക്കേറ്റ ദിലീപ് പറയുന്നത് ഇങ്ങനെയാണ്. ഒരാഴ്ച മുമ്പ് വേങ്ങൂർ റോയൽ ഹോളോബിക്സ് നടത്തുന്ന സ്ഥാപനത്തിലെ വണ്ടി എൻ്റെ അടുത്ത് സീറ്റ് അടിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ സീറ്റ് അടിക്കാൻ നേരത്തെ അതിൻ്റെ ബാക്കിലൊരു ചാരിൻ്റെ പുറകിലൊരു പോക്കറ്റ് ഉണ്ടായിരുന്നു. അതിൽ മൊത്തം പാറപ്പൊടി ആയ കാരണം ഞാൻ പോക്കറ്റ് അടിച്ചില്ല. അപ്പോൾ പണി കഴിഞ്ഞ് വണ്ടി കൊണ്ടുപോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ്, അതായത് വെള്ളിയാഴ്ചയാണ് വൈകുന്നേരം ഒരു 3 മണി സമയത്താണ് കടയിൽ വന്നത്. അപ്പോൾ കടയിൽ വന്നപ്പോൾ അങ്ങനെ പോക്കറ്റിൽ അടിച്ചില്ല എന്ന് പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെട്ട് പറഞ്ഞപ്പോൾ ഞാൻ തിങ്കളാഴ്ച പോരെ അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ അവന് ഇപ്പം തന്നെ ചെയ്യണം, അവൻ്റെ വണ്ടി പണിയാൻ എൻ്റെ വണ്ടി പണിയാൻ എൻ്റെ സമയത്താണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിൻ്റെ വണ്ടി പണിയാൻ എനിക്ക് എൻ്റെ സമയത്തേ പറ്റുള്ളൂ, ഞാൻ ഒരു സ്ഥാപനം നടത്തണമെങ്കിൽ എൻ്റെ സമയത്തിനാണ് ഞാൻ പണിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞ് എനിക്ക് പറ്റില്ല, എൻ്റെ വണ്ടി ഇപ്പം തന്നെ നിന്നെ വണ്ടി പണിയിപ്പിക്കണം. അത് പറഞ്ഞ് ഷർട്ട് വലിച്ച് അവിടെ ആളുടെ പേര് ബിനോയ് എന്നാണ് പറഞ്ഞത്. കറക്റ്റായിട്ട് എനിക്കറിയില്ല. എൻ്റെ സ്ഥാപനത്തിൽ ആദ്യമായിട്ടാണ് വന്നതും. അപ്പോൾ ഞാൻ തിങ്കളാഴ്ച ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അവൻ ഇപ്പം തന്നെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഷർട്ടിൻ്റെ കോളർ പിടിച്ച് വലിച്ച് താഴെ ഇട്ടു. അപ്പോൾ ഞാൻ വീണു. അപ്പോൾ കടയിലൊരു പയ്യനുണ്ടായിരുന്നു, അവനും 2 പേരുടെ വീണു കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ വീണ് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കല്ല് കിടക്കണ്ടായിരുന്നു. ആ കല്ല് എടുത്തിട്ട് എൻ്റെ തലക്കിട്ട് ഇടിച്ചു. അങ്ങനെയാണ് സംഭവം നടക്കുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു 3:30 മണിയായപ്പോൾ സംഭവം നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പെരുമ്പാവൂർ അവിടെ ഓട്ടോറിക്ഷ വിളിച്ച് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ വന്നു. അവിടെ ചെന്നപ്പോൾ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞപ്പോൾ അവിടെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്യാൻ അവിടെ ഇതില്ലാത്ത കാരണം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാനതിൻ്റെ കുറുപ്പുളി സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ട് ആശുപത്രിയിൽ പോകാം എന്നുള്ളതിൽ കുറുപ്പുളി സ്റ്റേഷനിൽ ചെന്നിട്ട് 5:30 മണി, ഏറ്റവും കൂടി 6 മണിയായുള്ളൂ. അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് രാത്രി അവിടുത്തെ എഴുത്തുകുത്തും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് രാത്രി 11 മണി അവിടെ നിന്ന് പോന്നപ്പോൾ. നമ്മളൊരു ദളിത് വിഭാഗത്തിൽ വേല സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണോ എന്നറിയില്ല, നമുക്ക് നീതി കിട്ടുന്നില്ല. ഇതിനെക്കുറിച്ച് ഇതുവരെ ഒന്നും ഇല്ല. ആളെ പിടിക്കാനോ വന്ന വണ്ടിക്കാരനെ പിടിക്കാനോ വണ്ടി കസ്റ്റഡി എടുക്കാനോ അവർക്ക് പോലീസുകാർക്ക് കഴിഞ്ഞിട്ടില്ല ഇതുവരെ. പിന്നെ പിന്നീട് ഞങ്ങളുടെ അസോസിയേഷൻ, മർച്ചൻ്റ് അസോസിയേഷനും ഓട്ടോമൊബൈൽ അസോസിയേഷനും ഞങ്ങളുടെ ദളിതിൻ്റെ ആൾക്കാരും നമ്മുടെ കൂടെയുണ്ട്. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് കുറുപ്പംപടിയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്പ് കേരളയും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ CS അജ്മൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് അംഗങ്ങൾ, വനിതാ വിങ്ങിൻ്റെ അംഗങ്ങളും വർക്ക്ഷോപ്പ് അസോസിയേഷൻ്റെ അംഗങ്ങളടക്കം ഏറെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ഏറെ സങ്കടകരമായ ഒരു കാര്യമാണ് ഒരു വ്യാപാരിയെ ഇന്നലെ നേരിട്ടത്. ഒരു കാര്യത്തിൽ ഏറെ അഭിമാനമുണ്ട്. ഈ സംഘടനകളിൽ അംഗമാകുമ്പോൾ ഇന്നലെ ഒരു സ്ഥാപനത്തിൽ കയറി ക്രൂരമായി മർദ്ദിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു വ്യാപാരിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്ത്യയിലെ നിയമം അനുസരിച്ച് കഴുത്തിന് മുകളിൽ പരിക്കുകളുണ്ടെങ്കിൽ അത് കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്നുള്ളതാണ് ഇന്ത്യൻ ക്രിമിനൽ കോഡ് ആക്ട് പ്രകാരം പറഞ്ഞിരിക്കുന്നത്. കഴുത്തിന് തലയിൽ 6ഓളം പരിക്കുകളും മാരകായുധമായി ആക്രമിച്ച വ്യാപാരിയെ ഇന്നലെ 4 മണിക്കൊരു അപകടമുണ്ടായി. ഇന്ന് വൈകിട്ട് 4 മണിയായിട്ടും ആ ചെയ്ത ഗുണ്ടയെ അറസ്റ്റ് ചെയ്യുവാനുള്ള നടപടി ഈ കുറുപ്പംപടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തത് വളരെ അനാസ്ഥയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒരു കാര്യത്തിൽ ഞങ്ങളോട് ഉറപ്പ് തരികയാണ്, ഞങ്ങളുടെ പ്രിയങ്കരായ വ്യാപാരിക്കും കുടുംബാംഗത്തിനും. ഇന്നിവിടെ വേദന കൊണ്ട് ഇന്നലെ മുറിവേറ്റത് ഈ കുറുപ്പംപടി ടൗണിലെ ഒരു വ്യാപാരി മാത്രമല്ല, എറണാകുളം ജില്ലയിലെ 50,000-ഓളം അംഗങ്ങളുള്ള ഏകോപന സമിതി എന്ന് പറയുന്ന സംഘടനയും കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന 10 ലക്ഷത്തോളം അംഗങ്ങളുള്ള ഒരു സംഘടനയും കുടുംബ അംഗത്തെയാണ് മർദ്ദിച്ചത് എന്നുള്ളത് ഇവിടുത്തെ പോലീസുകാരടക്കം ഓർമ്മിച്ചാൽ നന്നായിരിക്കും. നാളെ വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഈ വ്യാപാരിയെ ആക്രമിച്ച
ആക്രമിച്ച ഗുണ്ടകളെ അറസ്റ്റ് ചെയ്തില്ല എങ്കിൽ യാതൊരു സംശയവും വേണ്ട, ഈ സമരം അത് നിയോജക മണ്ഡലവും ജില്ലയും സംസ്ഥാന തലത്തിൽ കേരളമൊട്ടാകെ അറിയപ്പെടുന്ന രീതിയിലുള്ള സമരമായി ഒരു തീജ്വാലയായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ബേബി കിളിയായിത്ത് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ പരിപാടിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് നെറ്റിക്കാടൻ, പെരുമ്പാവൂർ നിയോജക മണ്ഡലം സെക്രട്ടറി VP നൌഷാദ്, നിയോജക മണ്ഡലം ട്രഷറർ ബേസിൽ ജേക്കബ്, സജി പടയാട്ടിൽ, സാജു മാത്യൂസ്, അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്പ് കേരള സംസ്ഥാന സെക്രട്ടറി ചന്ദ്രഹാസൻ, ജില്ലാ പ്രസിഡന്റ് സതീശൻ മേനോൻ, പെരുമ്പാവൂർ യൂണിറ്റ് സെക്രട്ടറി KJ എൽദോസ്, K ബാലചന്ദ്രൻ, PK ജോയ്, TD ജോൺസൺ, JB സജി, വിപിൻ കുര്യാക്കോസ്, ഷൈജു K ജോസ്, R ബിനോയ്, PC ബെന്നി, KR ആബിദ്, PC സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. അന്വേഷിച്ച് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ അന്വേഷിച്ച് കണ്ടെത്തി ആ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കാമെന്നാണ് ഇന്നലെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് ബഹുമാനപ്പെട്ട കുറുപ്പമ്പടി സർക്കിൾ ഇൻസ്പെക്ടറെ വിളിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് തന്നെ ചോദിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി ഉണ്ടായി ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ആക്രമിച്ച ഈ ഗുണ്ട തന്നെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ദളിത് വിഭാഗക്കാരനായ ഈ നമ്മുടെ ദിലീപിനെ ആക്രമിച്ചവരെ എത്രയും വേഗം അദ്ദേഹത്തിൻ്റെ ഈ ഗുണ്ടയുടെ പേരിൽ കേസെടുത്ത് അതിന് ഉചിതമായുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഈ കുറുപ്പമ്പടി പോലീസിനോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ കുറുപ്പമ്പടി പോലീസ് ഉചിതമായ നടപടികൾ ഇതിന് സ്വീകരിച്ചില്ല എങ്കിൽ ഇതിന് മുകളിലേക്ക് DSP ഓഫീസിലോ അല്ലെങ്കിൽ SP ഓഫീസിലേക്കോ പോയി ഇതിന് പരാതികൾ സമർപ്പിക്കുന്നതിനും സമരമാർഗങ്ങൾ സ്വീകരിക്കുന്നതിനും കുറുപ്പമ്പടി മർച്ചൻ്റ് അസോസിയേഷനും അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോ അസോസിയേഷനും ഇതുപോലെ തന്നെ മുൻപന്തിയിലേക്ക് വരും എന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. ഒരു വ്യാപാര സ്ഥാപനത്തിൽ കയറി ഇത്രയും വലിയ ക്രൂരത ചെയ്ത ഇയാളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടു. എന്നാൽ സംഭവത്തിൽ പരിക്കേറ്റയാളുടെ പരാതി സ്വീകരിക്കുന്ന കാര്യത്തിൽ കുറുപ്പമ്പടി പോലീസ് തികഞ്ഞ അലംഭാവം കാണിച്ചുവെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. ഇന്നലെ ഏകദേശം 3:30 മണിയോടുകൂടി കുറുപ്പമ്പടി ടൗണിൽ അപ്പോൾസറി കട നടത്തുന്ന ശ്രീ ദിലീപിനെ കടയിൽ കയറി മാരകമായ രീതിയിൽ പരിക്കേൽപ്പിച്ച് അദ്ദേഹത്തിന് 24 മണിക്കൂർ കഴിഞ്ഞ ശേഷം പോലീസിൻ്റെ ഭാഗത്തുനിന്നും കിട്ടാത്ത നീതി കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് സംഘടനയും വ്യാപാരി വ്യവസായ സുഹൃത്തുക്കളും തമ്മിൽ നടത്തിയ ചെറിയ സൂചന സമരമാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഇത് ഒരു സൂചനയെന്ന് മാത്രം കണക്കാക്കി മുമ്പോട്ട് പോകണ്ട. സമരം 1 ലക്ഷത്തോളം വരുന്ന ഓട്ടോമൊബൈൽ തറവാട്ടിലെ കുടുംബങ്ങൾ വിചാരിച്ചാൽ ഈ കുറുപ്പമ്പടി നഗരം സ്തംഭിപ്പിക്കാനായിട്ട് സാധിക്കും. വളരെ ശാന്തപ്രകൃതക്കാരായ വ്യാപാരികളും ഓട്ടോമൊബൈൽ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളും ചേർന്ന് അങ്ങനെ ഒരു സമരത്തിന് ആഗ്രഹിക്കാത്ത ഈ സാഹചര്യത്തിൽ മേൽ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് വിസമ്മതിക്കുകയാണെങ്കിൽ DYSP ഓഫീസോ SP ഓഫീസോ അവിടെ വരെ എത്തി ഈ സമരത്തിൻ്റെ രീതി തന്നെ മാറ്റാനായിട്ട് സംഘടന ശ്രമിക്കുമെന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.